ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് ഒത്തിരി ഒരുക്കമൊന്നും ഒരുങ്ങിയിട്ടല്ല ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്കതിന് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ് കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നേ ഇല്ല. കാരണം എനിക്ക് ഒട്ടും സമയമില്ല, ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇന്നും ബിസിയാണ്. അപ്പോൾ ഞാൻ എന്താണല്ലോ ഇന്ന് എനിക്ക് മെസ്സേജ് കൊടുക്കണം എന്ന് വിചാരിച്ച് പിന്നെ ഒരുങ്ങാനൊന്നും ഇപ്പോൾ എനിക്ക് സമയമില്ല. എന്നെ ഇങ്ങനെ കണ്ടാൽ മതി എല്ലാവരും, അല്ലേ? മെസ്സേജ് കേട്ടാൽ പോരെ, അല്ലേ? ഞാനിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. ഞാൻ പിന്നെ ഒരുക്കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നയാളും അല്ല കേട്ടോ. ഞാനിവിടെ പറയാൻ പോകുന്നത്, നമുക്ക് വിഷയത്തിലോട്ട് പോകാമേ. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം മൃഗങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് മൃഗങ്ങളെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യൻ, മൃഗങ്ങളും ദൈവം എല്ലാം ഉണ്ട് അതിനകത്ത്. ഓക്കെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ കമ്പ്യൂട്ടറിലും കൂടെ നോക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ചിരിഞ്ഞിരിക്കുന്നത്. ഒരു മിനിറ്റ് നോക്കുക. ഓക്കെ. ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എവിടെ ജനിച്ചെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? എവിടെ ജനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? പലരോടും ചോദിക്കും, കൊച്ചു പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ പുൽക്കൂട്ടിൽ നിന്ന് പറയും. അതൊക്കെ പ്രായമുള്ളവർ പറഞ്ഞു പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എവിടെയോ ജന്മം കൊടുത്തു, എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ജന്മം കൊടുത്തതിന് ശേഷം തുണിക്കകത്ത് പൊതിഞ്ഞ് ഒരു പക്ഷേ വഴിയമ്പലത്തിലൊക്കെ ചെന്ന് ചോദിച്ച് കാണേണ്ടതുണ്ടോയെന്ന്. ആണല്ലോ, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് എഴുതിയിരിക്കുന്നു, അല്ലേ? പശുത്തൊട്ടിയിലെ തുണിയിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ കർത്താനെ കിടത്തിരിക്കുന്നു ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ പശുക്കളൊക്കെ ഉണ്ടല്ലേ, പശുക്കളൊക്കെ ഇങ്ങനെ നോക്കി ആരാധനയോടെ നിൽക്കുന്ന ഓർത്ത് വയ്ക്കുക. എന്ത് രസമായിരിക്കും കാണാൻ. അപ്പം കർത്താവ് എവിടെയാണ് കിടക്കുന്നത്? മനുഷ്യരും മൃഗങ്ങളും കൂടെ ഉള്ളിടത്ത്. മനുഷ്യർ മാത്രം ഉള്ളിടത്തല്ല, മനുഷ്യരവിടെ മൃഗങ്ങളും ഉണ്ട്. അത് ഒരു സൈഡിലെ പേരൻസ്, അല്ലേ? അപ്പനും അമ്മയും ഒരിടത്ത്, മറ്റേ സൈഡിലെ പശുക്കളെല്ലാം. പശുക്കൾ കിടാവ് കാണും, കിടാവ് കാണും, പ്രായമുള്ളത് കാണും, എല്ലാം പശുക്കളുണ്ട് അവിടെ. പശുക്കളുടെ അടുത്തായിരുന്നു കർത്താവ്. അതുപോലെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ള ആ വിശേഷം ആദ്യം അറിയിക്കപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്. ദൂതന്മാർ ആദ്യം അറിയിച്ച ആരെന്നറിയാമോ? മനുഷ്യരും മൃഗങ്ങളും ഉള്ള ഒരു സമൂഹത്തിനെ അറിയിച്ചത്. അതായത് ആട്ടിടയന്മാർ വെളിയിലിങ്ങനെ ആടിനെ കാത്തുകൊണ്ട് കടന്നിരുന്നു, അല്ലേ? ഈ ആട്ടിടയന്മാരായ മനുഷ്യരും ആടുകളായ മൃഗങ്ങളും ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുകയാണ് കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള സുവിശേഷം ദൂതന്മാരവിടെ അറിയിച്ചത്, അല്ലേ? ഒന്നോർത്ത് നോക്കിയേ. ഒരു പക്ഷേ അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടിടയന്മാർ കർത്താവിനെ കാണാൻ പോയായിരുന്നല്ലോ. ഒരു പക്ഷേ പോയപ്പോൾ ആടിനെ കൊണ്ടായിരിക്കും പോയത്, അല്ലേ? ആടിനെ അവിടെ ഫീൽഡ് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു പക്ഷേ ആടിനെ കൊണ്ടായിരിക്കും പോകുക. എന്നിട്ട് ഒരു വലിയൊരു കൂട്ടമായിരിക്കും അവിടെ, അല്ലേ? കർത്താവ് ഇങ്ങനെ പുൽത്തൊട്ടി കിടക്കുന്നു, പേരൻസ് അവിടെയുണ്ട്, പശുക്കൾ അവിടെയുണ്ട്, ആട് വന്നിരിക്കുന്നു, അല്ലേ? എന്തായിരിക്കും അവിടുത്തെ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയ മൃഗങ്ങൾക്ക്. അവർ വിലയില്ലാത്തവരല്ല, അവർ വിലയുള്ളവരാണ്. നമുക്ക് എന്ത് തോന്നിവാസം കാണിക്കാവുന്നവരല്ല മൃഗങ്ങൾ. ഓക്കെ. അവരും ബഹുമാനം അർഹിക്കുന്നു. ഈ വേറെ പുറത്തുള്ള ആരെയും അല്ലല്ലോ ദൂതന്മാർ കൊണ്ട് ദൂത് അറിയിച്ചത് ആദ്യമേ കർത്താവ് ജനിച്ചെന്നുള്ളതാണോ? അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലേ? എന്നാൽ മനുഷ്യർ മാത്രം ഇരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ അറിയിച്ചു? മനുഷ്യരും മൃഗങ്ങളും ഉള്ളിടത്താണ് അറിയിച്ചത്. അപ്പം ജനിച്ച് കിടക്കുന്ന മനുഷ്യ മൃഗങ്ങളുള്ളടത്ത്, ദൂത് അറിയിച്ചത് മനുഷ്യ മൃഗങ്ങളും ഉള്ളിടത്ത് തന്നെ. അതുകൂടാതെ കർത്താവ് ഞാൻ ഒന്ന് എടുക്കട്ടെ കമ്പ്യൂട്ടറിൽ. കർത്താവ് 40 ദിവസത്തെ, ഒരു മിനിറ്റ്, ഉപവാസം കഴിഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ടല്ലോ, നോക്കട്ടെ. എവിടാണത്? ഓക്കെ. കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് എന്നാൽ ഒരു 40 ദിവസം ഇതുണ്ടാകുമല്ലോ, ഫാസ്റ്റിങ്
ഞാൻ മർക്കോസ് 1:13 പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി വാസ് ഇൻ ദ വിൽഡർനെസ് 40 days. 40 ദിവസം മരുഭൂമിയിലായിരുന്നു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? അവിടെയുണ്ട് മൃഗങ്ങൾ. കർത്താവ് അവിടെ മൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അതുപോലെ സാത്താൻ ഉണ്ടായിരുന്നു അല്ലേ? സാത്താനെ പരീക്ഷിക്കപ്പെടാനായിട്ട് അവിടെ പോയത് 40 ദിവസം അല്ലേ? അപ്പോൾ അവിടെയുണ്ട് മൃഗം. കർത്താവിൻ്റെ കൂടെ മൃഗങ്ങളുണ്ട്. കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ നോക്കാമെങ്കിൽ ദൈവസിംഹാസനത്തോട് ചേർന്ന് നമ്മൾ മനുഷ്യർക്കാർക്കും, ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കുകയാണ് ചെയ്യുന്നത്, മനുഷ്യർക്കാർക്കും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് ദൈവസിംഹാസനത്തോട് വളരെ ക്ലോസ് ആയിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ. പക്ഷെ സ്വർഗത്തിലുള്ള 4 ജീവികളെക്കുറിച്ച് പറയണ്ട. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. അതല്ലല്ലോ, അതിൻ്റെ താഴെയായിരിക്കും. എന്ത് ചെയ്യും നോക്കട്ടെ. അതിൻ്റെ 7 വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 1-ാം ജീവി എന്തിനു സദൃശ്യം? സിംഹത്തിന് സദൃശ്യം. കാട്ടുമൃഗങ്ങൾക്ക് അല്ലേ? കാട്ടുമൃഗങ്ങളെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സിംഹത്തിന് സദൃശ്യം. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലേ? ആ കാള ഡൊമസ്റ്റിക് ആനിമൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കാളയ്ക്ക് സദൃശ്യം. പിന്നെ അടുത്തത് എന്താ, ഞാൻ നോക്കട്ടെ. 3-ാം ജീവി മനുഷ്യനെ പോലെ, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. പക്ഷികളെ അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ വേറെ ഒരിടത്ത് എനിക്ക് ഇന്ന് കാണാൻ നിർത്തില്ല, വേറെ ഒരിടത്തുണ്ട്. ഇവിടെ കാല് കുളമ്പുണ്ടെന്ന്. ഇവിടെ കാല് പശുവിനൊക്കെ ഇല്ലേ കുളമ്പില്ലേ, കുളമ്പ്. അതുപോലെ അവിടെ കാല് കുളമ്പുണ്ടെന്ന്. അപ്പോൾ അവിടെ നോക്കിക്കേ, മൃഗങ്ങൾക്ക് എന്തൊരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോലും ദൈവസിംഹാസനത്തിനടുത്ത് പോലും മനുഷ്യർക്ക് ചെല്ലാൻ, നമ്മളെപ്പോലുള്ളവർക്ക് എത്തിച്ചെല്ലാൻ 5 അയലോക്കത്ത് പോലും പോകാൻ പറ്റത്തില്ല, അത്രയ്ക്ക് എത്തിച്ചെല്ലാൻ പ്രയാസമുള്ളിടത്ത് അവിടെയും നമ്മളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നൊരു പ്രതിനിധി അവിടെയുണ്ട്. ഒന്നല്ല, ഒന്നിൽ കൂടുതലുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെ ശുശ്രൂഷ ചെയ്യുകയാണ്, അവരുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എപ്പോഴും അവരിതാ ചെയ്യുന്ന ആരാധനയാണ് അവിടെ നടക്കുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതുപോലെ നമ്മൾ സൃഷ്ടിയുടെ സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിലൊന്ന് ഓർത്ത് നോക്കി, ഈ മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ഓർത്ത് നോക്കി. ഇവരെല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭൂമിയിൽ പാപമില്ലാത്ത സമയം. മനുഷ്യൻ ജനിച്ചതിന് ശേഷമാണ് ഭൂമി പാപം വന്നത്, അതിന് മുമ്പ് പാപമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണല്ലോ ഈ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് അല്ലേ? മനുഷ്യനെ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. അതായത് ഭൂമിയിൽ പാപമില്ലാത്ത സമയത്ത് ജീവിച്ചിരുന്നവരാണ് മൃഗങ്ങളും പക്ഷികളും ഒക്കെ. അവസാനം ഈ മനുഷ്യനെ അങ്ങോട്ട് കൊണ്ട് കയറ്റിയതാണ് പ്രോബ്ലമായത്. മനുഷ്യനെ സൃഷ്ടിച്ചു, അന്നേരം മനുഷ്യനും പാപമില്ല. ഒരു കാലം വരെ മനുഷ്യനും പാപമില്ല. അപ്പോൾ പാപമില്ലാത്തൊരു ഭൂമിയായിരുന്നത്. അത് കഴിഞ്ഞാണ് മനുഷ്യൻ പിശാചിനെ പറയുന്നതെല്ലാം കേൾക്കാൻ പോവുകയും തെറ്റിപ്പോവുകയും പാപത്തിലകപ്പെടുകയും ചെയ്തത്. ഒന്നോർത്ത് നോക്കിയേ, പാപത്തിൽ വീണതാരാ? മനുഷ്യനാണ്, മൃഗമാണ്? മനുഷ്യനാണ് പാപത്തിൽ വീണത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശിക്ഷ ഭൂമിയെ മേലുണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് പാപം ചെയ്യാത്ത മൃഗങ്ങൾക്ക് പോലും അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അവർക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അവർക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. അവരുടെ ആ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവർ നോക്കി കാത്തിരിക്കുകയാണ്.
അവരൊന്നും സംസാരിക്കുന്നില്ല ഇപ്പം. കാരണം ദൈവം അവനെ അടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ സംസാരിക്കുന്നില്ലെന്നല്ലേ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ ആ റെഫറൻസ് എടുക്കാത്തല്ല. ഞാൻ പിന്നെ അല്ല നിങ്ങൾ കമൻറ്റിനകത്ത് റെഫറൻസ് ഒന്ന് പറയാമെന്ന് ചോദിക്കുക. അപ്പം ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞു വന്നത്, അതുപോലെ നമ്മൾ നോഹയുടെ പെട്ടകത്തിലെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കി. ദൈവം ഭൂമിയെ ശിക്ഷിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം വരുന്നത്, ഉപദേശിമാരെല്ലാം പ്രസംഗിക്കും, അയ്യോ അന്ന് നോഹയും കുടുംബം രക്ഷപ്പെട്ടത്. പക്ഷെ നോഹയും കുടുംബം മാത്രമാണോ രക്ഷപ്പെട്ടത്? അല്ല, അവിടെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആ പെട്ടകത്തിലുണ്ടായിരുന്നു. അവർ മിണ്ടുകയില്ല ഇവരാരും. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ പുച്ഛിക്കപ്പെടുന്ന സാധനമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അവരൊക്കെ. അപ്പോൾ അതാണ് അവർ മിണ്ടുകയില്ല. അവിടെ മനുഷ്യരും മാത്രമല്ല, നോഹയും കുടുംബം മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ അന്ന് പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. പിന്നെ ചിലർ പറയുമോ മൃഗങ്ങൾക്ക് ആത്മാവില്ല. ബൈബിളിൽ ഈ പറയുന്നവരോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു തെളിവ് കാണിക്കാമോ മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നുള്ള കാര്യം? എനിക്കൊന്ന് കാണണം. അതിനാ നിങ്ങൾ കമൻറ്റിലിട്ട് കാണിക്കുന്നത് ഇന്ന റെഫറൻസാണ്, എന്തുണ്ട് ഇന്നിടത്തുണ്ട്, കാണിക്കാം. ഓക്കെ, ബൈബിളിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല, ഒരിടത്തും ഇല്ല. അതുതന്നെ ഞാൻ വിശ്വസിക്കുന്നത്. മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്നുള്ളൊരു കാര്യം ബൈബിളിലൊരിടത്തും ഇല്ല. പക്ഷേ ഈ പിന്നെ ഇറച്ചി കൊതിയന്മാരായിട്ടുള്ള കുറേ പേരും നമ്മുടെ നാട്ടിൽ വന്ന് ലോകത്തിലെല്ലാം ബൈബിൾ പഠിപ്പിച്ച് ഇറച്ചി കൊതിയന്മാരായ സാഹിബന്മാർ, അവർക്ക് ഈ ഹണ്ടിങ്ങാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ഇറച്ചി വേണം, ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. മൃഗങ്ങളെ കൊന്നു തിന്നുന്നവരാണ് അവരാണ് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അയ്യോ മൃഗത്തിന് ആത്മാവില്ല എന്ന്. കാരണം അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവർ രക്ഷപ്പെട്ടെ. അവരുടെ വിചാരം അവർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാമല്ലോ മൃഗങ്ങളോട്. മൃഗങ്ങൾക്ക് ആത്മാവില്ല നമുക്ക് പഠിപ്പിച്ചേക്കാമെങ്കിൽ പിന്നെ എങ്ങനെ എന്ത് വേണമെങ്കിലും കാണിക്കാം മൃഗങ്ങളോടല്ലേ. അവർക്ക് കൊന്നു തിന്നാൻ എന്തെല്ലാം പരിപാടി കാണിക്കാം. അങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുക. അത് തെറ്റിദ്ധാരണയാണ്, തെറ്റായ പഠിപ്പിക്കലാണ്. ബൈബിളിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല മൃഗങ്ങൾക്ക് ആത്മാവില്ല. എന്നാൽ അതേസമയം മനുഷ്യർക്കുള്ള പോലെ മൃഗങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. എടുത്ത് പറയുന്നില്ല, പക്ഷേ ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ അതിൻ്റെ റെഫറൻസ് എൻ്റെ കമ്പ്യൂട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. നോക്കട്ടെ ഉണ്ടോയെന്ന്. കാണണം. കാണുന്നില്ല, ഞാൻ എടുത്തിട്ടില്ലെന്നാ. ഞാൻ ഒത്തിരി സമയം ഇല്ലായിരുന്നു എനിക്ക് എടുക്കാനായിട്ട്. ഇത് ഓരോന്നും എടുത്തെടുത്ത് റെഫറൻസൊക്കെ പറയാനായിട്ട്. അല്ല, എല്ലാ റെഫറൻസ് കാണിച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുഴുവൻ. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അധികമൊന്നും എൻ്റെ നോട്ട്സിനകത്തില്ല. ഓക്കെ, നിങ്ങളെന്നോട് ചോദിക്കും കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നൊന്നു പോലും ഞാൻ മറന്നുപോയി. എന്നായിരുന്നു മൃഗങ്ങളുടെ ആത്മാവില്ല എന്ന് പറയുന്ന കാര്യം അല്ലേ. അതുപോലെ നമ്മൾ സ്വർഗത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ബൈബിളിനകത്തോട്ട് സൃഷ്ടികളൊക്കെ അല്ലേ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിളിൽ കാണിക്കുന്നുണ്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പുതിയ ഭൂമിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ഭൂമി അങ്ങ് പോയി. കാരണം പഴയ ഭൂമിയിലാണല്ലോ പാപം ഉണ്ടായിരുന്നത്. ആദ്യം ദൈവം ഭൂമി സൃഷ്ടിച്ചു, അതിനകത്ത് മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഉണ്ടാക്കി, ഏറ്റവും അവസാനം മനുഷ്യനെ ഉണ്ടാക്കി. മനുഷ്യൻ പാപം ചെയ്ത് അങ്ങ് ഭൂമി ശപിക്കപ്പെട്ടു പോയി. പിന്നെ ഇവർക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്, മനുഷ്യനും മൃഗങ്ങൾക്കെല്ലാം വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ ഒരു പുതിയ ഭൂമി അവിടെ വരുന്നുണ്ട്, പുതിയ ഭൂമി കാണിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇപ്പോഴത്തെ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു അങ്കിള് ബൈബിൾ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേട്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം ഭൂമിയിൽ ജീവനോടെ ഇവിടെ ഇല്ല. അല്ലാതെ ഞാൻ പിന്നെയും കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജീവിതകാലം മുഴുവൻ ബൈബിൾ പഠിക്കുന്ന ഒരു ബൈബിൾ സ്റ്റുഡൻ്റാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചില്ലെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ, നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ആൻസർ ഞാൻ കണ്ടുപിടിച്ച് തരാം കേട്ടോ, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നു ഭൂമി ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ ജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നെന്നും അത് പിന്നെ തണുത്ത് പറഞ്ഞ്
ഇപ്പോഴത്തെ ഭൂമി ആയതാണെന്നൊക്കെ ഒരു സയൻസിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്, അങ്ങനെ സ്കൂളിൽ പഠിച്ചതായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂമി ഇങ്ങനെ വെന്ത് ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ആദ്യത്തെ പോലെ ദൈവം റിസ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോലെ തന്നെ ആദ്യം സസ്യങ്ങളൊക്കെ ഉണ്ടാകണം, അത് കഴിഞ്ഞിട്ട് മൃഗങ്ങളെ പക്ഷികളൊക്കെ ഉണ്ടാകണം. എല്ലാം കഴിയുമ്പോൾ അത് സൃഷ്ടിയല്ല കേട്ടോ, സൃഷ്ടിക്കുകയല്ല, ഇനി സൃഷ്ടിക്കുന്നില്ല. ആകെ സൃഷ്ടി കംപ്ലീറ്റ് ചെയ്തു ദൈവം. അത് കഴിഞ്ഞിട്ടാണല്ലോ 7-ാം ദിവസം വിശ്രമിച്ചത്. ഇനിയൊരു സൃഷ്ടിയില്ല. പക്ഷേ പുതിയ ഭൂമിയിൽ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും കാണാം. മൃഗങ്ങളെയും കാണുന്നുണ്ട്. ഓക്കെ, മൃഗങ്ങളെ പക്ഷികളൊക്കെ ഉണ്ട്, പാമ്പുണ്ട്. എന്നാലും പാമ്പിൻ്റെ കാര്യം സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ പാമ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു കൊച്ച് പൊത്തിൽ കയറുന്നതിനെ കുറിച്ച് പറയുന്നത്. പാമ്പുണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇപ്പം ഭൂമിയിലുള്ളവരൊക്കെ പുതിയ ഭൂമിയിലുണ്ട്. അപ്പം രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ അവിടെ റിസ്റ്റോർ ചെയ്ത ഭൂമിയിൽ ആക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പഴയ ഭൂമിയിലെ പോലെ തന്നെ ആനിമൽസൊക്കെ ആദ്യമേ അവിടെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം മനുഷ്യൻ. അങ്ങനെയാണല്ലോ ആദ്യം പഴയ ഭൂമിയിൽ. ഇപ്പോഴത്തെ ഭൂമിയിൽ അങ്ങനെയാണല്ലോ ചെയ്തത്. അതുപോലെ പുതിയ ഭൂമിയിലും അവരൊക്കെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യനും വരും. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഒരുമയോടെ ജീവിക്കും. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ നല്ലൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ചില മനുഷ്യർ ചോദിക്കും, അപ്പം മനുഷ്യർ രക്ഷിക്കപ്പെടണം, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, രക്ഷിക്കപ്പെടണം. അതുപോലെ മൃഗങ്ങൾ ചെയ്യണോ, രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയൊക്കെ ചെയ്യണോ മൃഗങ്ങളെന്നൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റു പലരോട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. നിങ്ങളൊന്നും ഓർക്കണം, പാപത്തിൽ വീണത് മൃഗമല്ല, മനുഷ്യനാണ്. പാപത്തിൽ വീണ മനുഷ്യർക്കാണ് രക്ഷ വേണ്ടിയത്, രക്ഷിക്കപ്പെടേണ്ടത് അവരാണ്. അതേസമയം പാപത്തിൽ വീഴാതെ ആൾ എവിടെ നിന്ന് രക്ഷപ്പെടാനാണ്? അവർ വീണിട്ടില്ല, മൃഗങ്ങൾ പാപത്തിൽ വീണിട്ടില്ല. ശപിക്കപ്പെട്ട ഭൂമിയിൽ അവർ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ അവരാഗ്രഹിക്കാത്ത കാര്യങ്ങളെ അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ പാപം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല, പാപമല്ല. അവരുടെ പാപത്തിൽ വീണിട്ടില്ല, മനുഷ്യരുടെ പാപത്തിൽ വീണത്. മനുഷ്യർക്കാണ് ശിക്ഷയുണ്ടായത്. മനുഷ്യർ മുഖാന്തരമാണ് എല്ലാ ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളും മരണവും എല്ലാം ഭൂമിയിൽ കടന്നത് മനുഷ്യർ മുഖാന്തരമാണ്, മൃഗങ്ങൾ മുഖാന്തരമല്ല. ഓക്കെ, അതുകൊണ്ട് അവരെ ആ രീതിയിൽ കാണരുത്. എപ്പോഴും നമ്മൾ മൃഗങ്ങളെ വളരെ റെസ്പെക്റ്റോടെ വേണം കാണാൻ. നിങ്ങൾക്ക് പുച്ഛിക്കാനോ നിന്ദിക്കാനോ ഉദ്ധരിക്കാനോ ഉള്ള ജീവികളായിട്ടല്ല ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ഉപയോഗത്തിനെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒന്ന് ഓർത്തേക്ക്. എനിക്കിവിടെ ഒരു കോഴികളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ എന്തോ ഒരു സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന്. നമ്മൾ അവരെ സ്നേഹിക്കണം, അവർ നമ്മളെ സ്നേഹിക്കും. ചിലർ പറയും, പട്ടി കടിക്കുന്നു, പട്ടി എന്തിനാണ് കടിക്കുന്നത്? പട്ടിക്ക് ചെറുപ്പം വലിയ തെറ്റിദ്ധാരണ വന്നുപോയി, മനുഷ്യന് ഉപദ്രവം കണ്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ച് പട്ടിക്കൊരു ധാരണയാണ് മനുഷ്യരെന്ന് പറയുന്ന ജീവി ഉപദ്രവിക്കുന്നവരാണെന്ന്. അതുകൊണ്ടാണ് അതിൻ്റേതായ പ്രിക്കോഷൻ അവരെടുക്കുന്നത്. അവർ കടിക്കാൻ വരുന്നു, അവർ കുരയ്ക്കുന്നു. ഇതൊക്കെ ഈ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ധാരണ കൊണ്ടാണ്. അത് ഉപദ്രവിക്കുന്നവരാ, പേടി കൊണ്ടാണ്. ഉള്ളിൽ കിടക്കുന്ന പേടി, ഇതുകൊണ്ടാണ് അവർ കിടന്ന് ബഹളം വെക്കുകയും കുരയ്ക്കുകയൊക്കെ ചെയ്യും, നമ്മൾ കടിക്കാൻ വരികയൊക്കെ ചെയ്യും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പേടി കൊണ്ടാണ്. നമ്മളവരെ സ്നേഹം കാണിക്കുക, അവരെ സ്നേഹിക്കുക. നമ്മളവരെ സ്നേഹിച്ചാൽ അവർ മനസ്സിലാവും, മനുഷ്യരെന്ന് പറഞ്ഞാൽ ഉപദ്രവകാരികളൊന്നുമല്ല, അവർ സ്നേഹിക്കുന്നവരാണ്. അവർ തിരിച്ച് സ്നേഹിക്കും. അവരുടെ ഉള്ളിൽ സ്നേഹമേ ഉള്ളൂ. അതുപോലെ അവർ പെട്ടെന്ന് ക്ഷമിക്കുന്നവരാണ് മൃഗങ്ങൾ. നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ പറയാം. മനുഷ്യർ ക്ഷമിക്കുകയില്ല, പക്ഷേ മൃഗങ്ങൾ ക്ഷമിക്കും. ഓക്കെ, അവർ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിക്കാൻ വന്നവരുമാണ്. അതായത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് അന്യോന്യം സ്നേഹിക്കാനും കരുതാനുമാണ് മനുഷ്യനും മൃഗങ്ങളെല്ലാം കൂടി ഒന്നിച്ച് സൃഷ്ടിച്ച് ഒരുമയോടെ ജീവിക്കാനാണ്. ആ ഒരുമ ഇല്ലാതായി പോയത് മനുഷ്യൻ്റെ പാപം കൊണ്ടാണ്, മനുഷ്യൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഓക്കെ, സോ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പറഞ്ഞു കാണും.
അതുപോലെ ചിലർ പറയും, ഓ ദൈവം മനുഷ്യനെ മണ്ണങ്ങോട്ട് കുഴച്ച് മനുഷ്യനെ മാത്രം ഉണ്ടാക്കിയുള്ളൂ, കുഴച്ചിങ്ങനെ ഉണ്ടാക്കി. അതിനകത്ത് വല്ല തെളിവുണ്ടാകും നിങ്ങൾക്ക്? ദൈവം മനുഷ്യനെ, മൃഗങ്ങളെ എല്ലാവരെയും ഭൂമിയിലെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ മൂക്കിൽ ജീവശ്വാസം ഊതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ, മൃഗങ്ങളും മനുഷ്യനും എല്ലാം മൂക്കിൽ കൂടെയാണ് ശ്വസിക്കുന്നത്. ഒരേ വായുവാണ് അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് ശ്വസിക്കുന്നത്. ഓക്കെ, തിരിച്ചങ്ങോട്ട് വിടുന്നു അതുപോലെ തന്നെയാണ്. അതിനുവേണ്ടി പല ഭാഷമാരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യന് എന്തോ പ്രത്യേകത കൂടുതലുണ്ടെന്ന്. തലമുടി ഇങ്ങനെ ഇരിക്കുന്നു മഹാവൃത്തിയുടെ. യാ സോ ആക്ച്വലി ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും കൂടെ ഒരുപോലെ കാണുന്നതിനെക്കുറിച്ച്. പിന്നെ ആയിക്കൊണ്ടിരുന്നതിന് ഒരു കുരുവിയുടെ കാര്യം പറഞ്ഞു. ചെറിയ കുരുവിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാന്ന് പറഞ്ഞെന്ന്. അതാ പിന്നെ പൊക്കിക്കൊണ്ട് വന്നത്. ഒരു വാക്യമാണ് അത്. മനുഷ്യനുള്ള വിശേഷത, മൃഗങ്ങൾക്കുള്ള വിശേഷത, പക്ഷികൾക്കുള്ള വിശേഷത, ഓരോന്നും ഓരോ വിശേഷതയുണ്ട്. അതുകൊണ്ട് അവർ തരം താഴ്ന്നവരാണ്, മനുഷ്യനാൽ ഉപദ്രവിക്കപ്പെടേണ്ടവരാണ് എന്നൊന്നുമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമല്ല. അതങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാസ്റ്റർമാർ പ്രസംഗിച്ച് ഇത് മനുഷ്യന് തെറ്റിദ്ധാരണ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസംഗക്കാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞാനിപ്പോൾ ഒരു ഡിനോമിനേഷനിലുള്ള ആളല്ല. ഞാനൊരു ക്രിസ്ത്യനാണ്. ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്നവർ ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ആര് പ്രസംഗിച്ചാലും നമ്മൾ വചനം എടുത്ത് നോക്കണം, ഇത് ശരിയാണോ അത് എന്ന് നോക്കണമെന്ന്. ആരും അതിന് മെനക്കെടാറില്ല. ചിലർ പ്രസംഗം ശ്രദ്ധിക്കും, ചിലർ ശ്രദ്ധിക്കുകയില്ല. എന്നിട്ട് ഈ തെറ്റിദ്ധാരണയില്ല നടക്കുന്ന മുഴുവൻ. തെറ്റിദ്ധാരണ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനല്ല. നമ്മൾ ബൈബിൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആരെങ്കിലും പ്രസംഗിച്ചാൽ അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ബൈബിളിൽ ഒന്ന് നോക്കണം. വാക്യമായിട്ട് നോക്കണം. ബൈബിളിൽ എവിടെയെങ്കിലും ഇത് ശരിയായിട്ടാണോ പറയുന്നത് നോക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഈ പറയുന്നല്ലാതെ പൊടി കേട്ട് വിശ്വസിക്കരുത്. ഓക്കെ, ഞാൻ വേറെ ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പെന്തക്കോസ്ത് സഭകളിൽ തെറ്റായ പഠിപ്പിക്കലിനെ കുറിച്ച് പെന്തക്കോസ്തുകാരും അംഗീകരിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ട് അവരങ്ങോട്ട് അങ്ങനെയല്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അവിടെ ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള സഭ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എല്ലാവരെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അയ്യോ ഇങ്ങനെയൊന്നുമല്ല, അവരാരും പ്യൂരിഫൈഡ് അല്ല. അതും പണ്ടത്തെ പെന്തക്കോസ്തുകാരെങ്ങനെയാണ് അതുപോലെ അല്ല ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർ. ഞാനതൊക്കെ പിന്നെ വിശദീകരിക്കാം വേറൊരു ദിവസം. കാരണം ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വേറൊരു ദിവസം എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്കറിയത്തില്ല എന്നാ എനിക്ക് അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ എനിക്കറിയത്തില്ല. എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, എന്നെ ഓർത്ത് പ്രാർത്ഥിക്കേ. ഓക്കെ, ദൈവം കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഓക്കെ, എന്നാൽ ബൈ.